ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമഃ. ഓം ശ്രീ ലളിതാദേവ്യൈ നമഃ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 175 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിച്ചത്. 175 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പം 954 നാമങ്ങൾ വരെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 176 മുതലുള്ള ശ്ലോകങ്ങളാണ് പഠിക്കേണ്ടത്. എത്ര ശ്ലോകം എടുക്കാൻ പറ്റുമെന്നറിയില്ല. കുറേ വിശദീകരിക്കാനുള്ളത് കൊണ്ട് കുറച്ച് ശ്ലോകങ്ങൾ എടുക്കുകയുള്ളൂ. ഏകദേശം 2 ശ്ലോകങ്ങളെ എടുക്കാൻ പറ്റുള്ളൂ. കുറേ നാമങ്ങൾ 10-16 നാമങ്ങളുണ്ട് അത്രയ്ക്ക് ഇതിൽ. അപ്പം ഇനി നമ്മൾക്ക് ശ്ലോകം ഒന്ന് വായിക്കാം. ആദ്യം ഞാൻ 180 വരെയുള്ള ശ്ലോകങ്ങൾ വായിച്ചേക്കാം, പക്ഷേ അത്രയും ക്ലാസ് എടുക്കാൻ പറ്റില്ല. ധരാധരസുതാ ധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക ബന്ധുകുസുമപ്രഖ്യ ബാലാലീലാ വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഢ്യ സുവാസിനി സുവാസിന്യർച്ചനപ്രീതാ ശോഭനാ ശുദ്ധമാനസ ബിന്ദുതർപ്പണസന്തുഷ്ട പൂർവജാ ത്രിപുരാംബിക ദശമുദ്രാ സമാരാധ്യ ത്രിപുരാ ശ്രീവശങ്കരി ജ്ഞാനമുദ്രാ ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയസ്വരൂപിണി യോനിമുദ്രാ ത്രികണ്ഠേശി ത്രിഗുണാംബാ ത്രികോണക അനകാത്ഭുതചാരിത്ര വാഞ്ചിതാർത്ഥപ്രദായിനി. ഇതാണ് ശ്ലോകങ്ങൾ. ഇതിൽ നമ്മൾക്ക് 2 ശ്ലോകം മാത്രം വായിച്ചിട്ട് ആ 2 ശ്ലോകം മാത്രം ഇന്നെടുക്കാം. ബാക്കിയുള്ളത് അടുത്ത ആഴ്ച എടുക്കാം. ആദ്യത്തെ ശ്ലോകം: ധരസുത ധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക. 9 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. 9 നാമങ്ങൾ ഏതൊക്കെയാ? ധരസുത ധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക. അപ്പം കൂടുതലും ആകാര സ്ത്രീലിംഗമായ നാമങ്ങളാണ്. 2 എണ്ണം മാത്രം ഈകാര സ്ത്രീലിംഗം. അപ്പം ധരസുത ധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക. ആദ്യത്തെ ശ്ലോകം എടുക്കുക. ആദ്യത്തെ നാമമാണ് ധര. ധര എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പര്യായമാണ് ധര. അപ്പം ധര എന്ന വാക്കിൻ്റെ അർത്ഥമോ ധരിക്കുന്നവൾ എന്ന്. അപ്പം ധരിത്രി എന്നും പറയാം. അപ്പോൾ ധരാധരിത്രി എന്നൊക്കെ പറഞ്ഞാൽ ധരിക്കുന്നവൾ. എന്തിനെ ധരിക്കുന്നേ? ഈ സർവചരാചരങ്ങൾ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്നവൾ ദേവിയാണ്. അപ്പോൾ അതുകൊണ്ട് ദേവിക്ക് ധര എന്ന് പേര്. അതായത് പ്രളയസമയത്ത്, സംഹാര സമയത്ത് സകലതിനെയും ദേവി തൻ്റെ ഉള്ളിലേക്ക് ലയിപ്പിക്കുന്നു. എല്ലാം, ഒന്നും ഇല്ല, എല്ലാം പോകുന്നു. പക്ഷേ മഹാദേവനും ദേവിയും മാത്രം ശേഷിക്കുള്ളൂ.
മഹാദേവൻ ദേവി സുമംഗലിയായതുകൊണ്ട് മഹാദേവൻ മാത്രം ശേഷിക്കുന്നു. ഇനി ഈ ധര എന്ന് പറഞ്ഞാൽ ധരിക്കുന്നവൾ എന്നൊരർത്ഥം, പിന്നെ ഭൂമിയുടെ ഒരു പര്യായം. രണ്ടാമത്തെ അടുത്ത നാമം വരുന്നു ധരസുത. ഈ ധര എന്ന് പറഞ്ഞാൽ ധരഹ പുല്ലിംഗം, ധരാ സ്ത്രീലിംഗം. ഇനി ധര എന്ന് പറഞ്ഞാൽ വിസർഗവുമില്ല, ആകാരവുമില്ല, ഒന്നുമില്ലാത്ത ധര, പർവ്വതം എന്നർത്ഥം. അപ്പം ഭൂമിയെ നിലനിർത്തുന്നത് പർവ്വതങ്ങളാണ്. അപ്പോൾ ആ പർവ്വതങ്ങളില്ലെങ്കിൽ ഭൂമി പണ്ടേ വെള്ളത്തിലായി പോയേനെ. അതുകൊണ്ട് ഭൂമിയുടെ അസ്ഥിയാണ് പർവ്വതം എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ അസ്ഥി ഏതാ? നട്ടല്ലല്ലേ? അതുപോലെ ഭൂമിയുടെ അസ്ഥിയാണ് ഈ പർവ്വതങ്ങൾ. പർവ്വതങ്ങളെന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾക്ക് കുറേ അർത്ഥമുണ്ട്, കുറേ വാക്കുകളുണ്ടല്ലേ. ധര, ഭൂധരം, ഗോധരം, കുദ്രം എന്നൊക്കെ പർവ്വതങ്ങൾക്ക് പര്യായങ്ങളുണ്ട്. പർവ്വതം എന്നാണ് അതിൻ്റെ എല്ലാം അർത്ഥം. ഇവിടെ ധരസുത എന്ന് പറഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ നാമം. സുത എന്ന് പറഞ്ഞാൽ പുത്രി, മകള്. അപ്പോൾ ധരസുത എന്ന് പറഞ്ഞാലോ ധരൻ്റെ മകൾ. ആരാ ധര? ഇവിടുത്തെ ധര പർവ്വതമാണ്. പർവ്വതത്തിൻ്റെ മകൾ, പർവ്വതപുത്രി. ആരാ അത്? പാർവതീദേവി. പർവ്വതത്തിൻ്റെ മകൾ എന്ന അർത്ഥത്തിൽ പാർവതീദേവി. ഹിമവാൻ്റെ പുത്രി, ഹിമവാൻ്റെയും മേനാദേവിയുടെയും മകളാണ് പാർവതി. അപ്പോൾ ഇവിടെ പർവ്വതപുത്രി എന്ന അർത്ഥത്തിൽ പാർവതീദേവി എന്ന്. അപ്പോൾ രണ്ടർത്ഥമുണ്ട്. ഒന്ന് പർവ്വതമെന്നും പിന്നെ പാർവതീദേവി എന്നും അർത്ഥം. ധരസുത. മൂന്നാമത്തെ നാമം ധന്യ. ധന്യ എന്ന് പറഞ്ഞാൽ ധന്യതയുള്ളവൾ, കൃതാർത്ഥതയുള്ളവൾ. സൃഷ്ടി, സ്ഥിതി, സംഹാരം മുതലായ ജോലികളെല്ലാം ദേവി നല്ല ഭംഗിയായി നടത്തുന്നത് കൊണ്ട് ദേവി ധന്യയാണ്. അതുകൊണ്ട് ദേവിക്ക് ധന്യ എന്ന് പേര്. കൂടാതെ ധനം ധാരാളമുള്ളവൾ എന്ന അർത്ഥത്തിലും ദേവിക്ക് ധന്യ എന്ന് പേര്. ഇനി ദേവി പൂർണ്ണയായതുകൊണ്ടും ദേവിക്ക് ധന്യ എന്ന് പറയാം. അപ്പോൾ കൃതാർത്ഥതയുള്ളവൾ, ധന്യതയുള്ളവൾ, സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളെല്ലാം നന്നായി നടത്തുന്നത് കൊണ്ട് ധന്യയായ ദേവി എന്നൊക്കെ പറയാം. അപ്പം ധന്യ എന്നുള്ളതിൻ്റെ അർത്ഥം കൃതാർത്ഥതയുള്ളവൾ, ധന്യതയുള്ളവൾ, ധനമുള്ളവൾ എന്നൊക്കെ അർത്ഥം. അടുത്ത നാമം ധർമ്മിണി. ധർമ്മിണി എന്ന് പറഞ്ഞാൽ ധർമ്മശീലമുള്ളവൾ. ധർമ്മം ഉള്ളതുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. അപ്പം നമ്മുടെ ഈ ലോകത്തെ പരിപാലിക്കുന്നവളാണ് ദേവി. ഈ പ്രപഞ്ചത്തെ നിലനിർത്താനുള്ള ഒരു വ്യവസ്ഥയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ ധർമ്മം ദേവി തന്നെയാണ്. അപ്പോൾ ദേവി ലോകത്തെ നിലനിർത്താൻ വേണ്ടി ധർമ്മം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ദേവിക്ക് പേര് ധർമ്മിണി, ധർമ്മശീലമുള്ളവൾ എന്നർത്ഥം. അപ്പോൾ ദേവിയോട് ഭക്തിയുണ്ടെങ്കിൽ, ദേവീ ഭക്തിയുണ്ടെങ്കിൽ നമ്മൾ അധർമ്മം ചെയ്യുമോ? ധർമ്മമില്ലാതെ ആവുമോ? ഇല്ല. അപ്പം അടുത്ത നാമത്തിൽ പറയുന്നു ധർമ്മവർദ്ധിനി എന്ന്. ധർമ്മത്തെ വർദ്ധിപ്പിക്കുന്നവൾ എന്ന് പറഞ്ഞാലോ ഭക്തന്മാരുടെയൊക്കെ ഉള്ളിൽ ധർമ്മത്തെ പോഷിപ്പിക്കുന്നു. ആ ധർമ്മം എന്ന ആ ഇതിനെ പോഷിപ്പിക്കുന്നവൾ. അപ്പം സ്വാർത്ഥതയൊക്കെ നമുക്ക് നമ്മളുടെ ഉള്ളിൽ ധർമ്മം ഉണ്ടെങ്കിൽ നമ്മൾക്കൊരിക്കലും അധർമ്മം ചെയ്യാൻ പറ്റില്ല. ദേവിയോടുള്ള ഭക്തി വർദ്ധിക്കുമ്പോൾ ധർമ്മവും വർദ്ധിക്കുന്നു. അപ്പോൾ ദേവി കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി ഭക്തിയോടുകൂടി നമ്മൾ ദേവിയെ സ്മരിച്ച് നമ്മളുടെ പ്രവർത്തികൾ ചെയ്താൽ നമ്മളെ അധർമ്മത്തിൽ നിന്ന് ദേവി അധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കില്ല. അധർമ്മത്തിൽ നിന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് മാറ്റിക്കൊണ്ടുപോകും. അതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷപ്പെടുത്തുന്നു ദേവി. അതുകൊണ്ട് ദേവിക്ക് പേര് ധർമ്മവർദ്ധിനി. ഇനി അടുത്ത നാമാണ് ലോകാതീത. ലോകങ്ങൾക്കെല്ലാം അതീതയായവൾ എന്ന് പറഞ്ഞാലോ ഈ 14 ലോകം ഉണ്ടെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. 7 ലോകം ഭൂമിക്ക് മുകളിലോട്ടും 7 ലോകങ്ങൾ ഭൂമിക്ക് താഴോട്ടും.
അപ്പം ഭൂമിക്ക് മുകളിലുള്ള ലോകങ്ങളെ എന്ത് പറയും? ഗായത്രി മന്ത്രത്തിൽ പറയുമല്ലോ, ഓം ഭൂർഭുവസ്വഹ. ആ 3 ഭൂഹു ഭുവഹ സ്വഹ, അത് 3. പിന്നെ ജനലോകം, തപലോകം, മഹർലോകം, സത്യലോകം. ഇങ്ങനെ 7 ലോകങ്ങൾ ഭൂമിക്ക് മുകളിലോട്ട്. ഭൂർലോകം, ഭുവർലോകം, സ്വർലോകം. സ്വർലോകം പറഞ്ഞാൽ സ്വർഗം തന്നെയാണ്. സ്വർലോകം, സ്വഹ എന്നുള്ളത്. ഭൂവ സ്വഹ, സ്വർലോകം. പിന്നെ ജനലോകം, ജനഹ, തപഹ, തപലോകം, തപസ് ചെയ്യുന്ന ലോകം എന്നും പറയാം. തപലോകം എന്ന് പറയും അതിനെ. ജനലോകം, തപലോകം. ഇനി മഹർലോകം, മഹഹ. ജനഹ, തപഹ, മഹഹ. അതാണ് ജനലോകം, തപലോകം, മഹർലോകം. ലാസ്റ്റിലെ സത്യലോകം, മുകളിലോട്ട് ഏറ്റവും അവസാനമാണ് സത്യലോകം. ആ സത്യലോകത്താണ് മഹാദേവൻ ഇരിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ദേവീ ഭക്തി കൂടി ദേവിയുടെ കൂടെ നമ്മളും ഈ സത്യലോകത്തിൽ എത്തിച്ചേരണം. അതാണ് നമ്മളുടെ മോക്ഷം. അവിടെ ചെന്നാൽ മോക്ഷമായി. അപ്പോൾ അങ്ങനെ 7 ലോകങ്ങൾ ഏതൊക്കെയാണ്? സ്വർലോകം, ഭൂർലോകം, ഭുവലോകം, സ്വർലോകം, ജനലോകം, തപലോകം, മഹർലോകം, സത്യലോകം. 7 ലോകങ്ങൾ മുകളിലോട്ടും. ഇനി താഴോട്ടും ഇല്ലേ അത്രയും? നടുക്ക് ഭൂമി. ഈ ഭൂമിയുടെ താഴോട്ടുള്ള ലോകങ്ങൾ ഏതൊക്കെയാണ്? അതലം, സുതലം, മഹാതലം, രസാതലം, പാതാളം, വിതലം, തലാതലം. 7. അതലം, നേരെ താഴെ അതലം. പിന്നെ സുതലം, അത് കഴിഞ്ഞ് മഹാതലം. പിന്നെ താഴേക്ക് രസാതലം, അതും കഴിഞ്ഞാലോ പാതാളം. പിന്നെ വിതലം, പിന്നെ തലാതലം. അങ്ങോട്ട് താഴോട്ടും 7 ലോകങ്ങൾ. അപ്പം ഭൂമിക്ക് മുകളിലോട്ടും 7 ലോകം, ഭൂമിക്ക് താഴോട്ടും 7 ലോകം, 14 ലോകങ്ങൾ. ഈ ലോകങ്ങൾക്കെല്ലാം അതീതയായിരിക്കുന്നു ദേവി എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ മുകളിലാണ് ദേവിയുടെ സ്ഥാനം എന്നർത്ഥം. 7 ലോകങ്ങൾ മുകളിലോട്ട്, 7 ലോകങ്ങൾ താഴോട്ടും, 14 ലോകങ്ങൾ. ഇതിനെല്ലാം അതീതയായിരിക്കുന്നു ദേവി. അതുകൊണ്ട് ദേവി ലോകാതീത. ഇനി ലോക എന്നൊക്കെ പറഞ്ഞാൽ ലോകനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കാണുക എന്നൊരർത്ഥം. ലോകനം ചെയ്യുക. അപ്പോൾ ലോകനം ചെയ്യുന്നവൾ, അത് കണ്ണിനെന്താ പേര്? ലോചനം എന്നാണ് കണ്ണിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാണാൻ പറ്റുന്നത്. കണ്ണുകൊണ്ടല്ലേ കാണുന്നത്. അതുകൊണ്ട് ലോചനം എന്ന് കണ്ണിന് പേര്. കാണാൻ കഴിയുന്നത് ലോകം. അപ്പം ഈ ലോകത്തെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയുന്നതൊക്കെയാണ് ലോകം. കാണാൻ കഴിയാത്തതോ അത് ദേവിയാണ്. ദേവിയെ കാണാൻ പറ്റുമോ? നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ലോക്യ ഇതി ലോക, ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്തവളെന്നും അർത്ഥം. അപ്പം എല്ലാ ലോകങ്ങൾക്കും അതീതയായിരിക്കുന്നു ദേവി. ലോകാതീത. 14 ലോകങ്ങൾക്കും മുകളിലാണ് ദേവിയുടെ സ്ഥാനം. അതുകൊണ്ട് ദേവിക്ക് പേര് ലോകാതീത. അടുത്ത നാമം വരുന്നു ഗുണാതീത. ഗുണങ്ങൾക്കെല്ലാം അതീതയായിരിക്കുന്നു ദേവി. എത്ര ഗുണങ്ങളുണ്ട്? 3 ഗുണങ്ങൾ. ഏതൊക്കെയാ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങൾക്കും അതീതയായിരിക്കുന്നവൾ ദേവി ഗുണാതീത. ഇനി എന്തുകൊണ്ടാണ് ദേവി അങ്ങനെ അതീതയായിരിക്കുന്നത്? ഈ ഗുണങ്ങളെ കൊണ്ടൊക്കെയാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരമൊക്കെ നടത്തുന്നത്. അപ്പോൾ എങ്കിലും അതൊന്നും ദേവിയെ ബാധിക്കുന്നില്ല. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതിനെ ഒന്നും ദേവിയെ ബാധിക്കുന്നില്ല ഇതൊന്നും, ഒരു ഗുണങ്ങളും. അപ്പം ഗുണാതീതരാകാൻ നമ്മൾ ദേവിയെപ്പോലെ ദേവി ഭക്തരാകണം. അപ്പോഴേ നമ്മളും ഗുണാതീതരായി മാറുകയുള്ളൂ. അപ്പം ഗുണാതീത, ഗുണങ്ങളിൽ നിന്ന് അതീതയാണ് ദേവി. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങൾ കൊണ്ടാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരാദി കാര്യങ്ങളൊക്കെ ചെയ്തത്. എങ്കിലും അതൊന്നും ദേവിയെ ബാധിക്കുന്നില്ല. ഗുണാതീതരാണ് നമ്മളും ദേവിയുടെ ഭക്തന്മാരും. ഗുണാതീതയാണ് ദേവി, ഗുണാതീതരാണ് നമ്മളൊക്കെ. എന്തുകൊണ്ട്? ദേവീ ഭക്തന്മാരായതുകൊണ്ട്. അപ്പോൾ ദേവിയെ ഭജിച്ചാൽ എല്ലാം കിട്ടുമല്ലേ?
ഗുണങ്ങൾക്ക് അതീതയാകും, ലോകങ്ങൾക്ക് അതീതയാകും, പിന്നെ ധർമ്മവർദ്ധിനി, എല്ലാം സംഭവിക്കും നല്ല കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഗുണാതീത, ഗുണങ്ങൾക്കെല്ലാം അതീതയായിരിക്കുന്നവൾ. ഇനി അടുത്ത നാമം പറയുന്നു സർവാതീത, സർവത്തിനും അതീതയായിരിക്കുന്നു എന്ന് പറഞ്ഞാലോ എല്ലാത്തിനെയും അതിക്രമിച്ചവളാണ് ദേവി. ദേവിയുടെ മുകളിൽ ഇനി ആരുമില്ല, അതാണ്. അപ്പോൾ എല്ലാത്തിനും അതീതയായിരിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ സർവാതീത. ഇനി അടുത്ത നാമമാണ് ശമ ആത്മിക. ശമം എന്ന് പറഞ്ഞാൽ ശാന്തി അല്ലേ, ശമം ശാന്തി. അപ്പോൾ ശാന്തി ആത്മാവായിരിക്കുന്നവൾ, ശമം ശാന്തി. ഈ ആത്മാവെന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സ്. അപ്പോൾ മനസ്സിനെ അടക്കി നിർത്താൻ കഴിയണം. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള ആസക്തികളിൽ പെട്ടുപോയാൽ നമ്മൾ അശാന്തരായി മാറും, ശാന്തി ഇല്ലാത്തവരായി മാറും. അതുകൊണ്ട് എന്തു ചെയ്യണം? രാഗദ്വേഷാദികളില്ലാത്ത അവസ്ഥയാണ് ശമ ആത്മിക. ആ അവസ്ഥയെ പ്രാപിക്കണം. ശമമാകുന്ന ആത്മാവോടുകൂടിയവൾ. അപ്പം ശാന്തിയുള്ള മനസ്സോടുകൂടിയവരായി നമ്മൾ ഭവിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ദേവിയെ ഭജിക്കണം. അപ്പം ശമം ശാന്തി, ശമാന്തി അല്ലേ, ശമം ശാന്തി, മനസ്സിൻ്റെ അടക്കം. അപ്പം ശമ ആത്മിക എന്ന് പറഞ്ഞാലോ ശമമാകുന്ന ആത്മാവോടുകൂടിയവൾ, ശമമാകുന്ന ആത്മാവോടുകൂടിയവൾ ശമാത്മിക. അപ്പം ഈ ശ്ലോകത്തിൽ ധര, ഭൂമി, ധരസുത പാർവതീദേവി, ധന്യ കൃതാർത്ഥതയുള്ളവൾ, ധർമ്മിണി ധർമ്മശീലമുള്ളവൾ, ധർമ്മവർദ്ധിനി ഭക്തന്മാരുടെ ഉള്ളിൽ ധർമ്മത്തെ പോഷിപ്പിക്കുന്നവൾ, ലോകാതീത എല്ലാ ലോകങ്ങൾക്കും 14 ലോകങ്ങൾക്കും അതീതയായിരിക്കുന്നു ദേവി. അതുകൊണ്ട് ലോകാതീത. അടുത്ത നാമം ഗുണാതീത, 3 ഗുണങ്ങൾക്കും അതീതയായിരിക്കുന്നത് കൊണ്ട് ഗുണാതീത. സത്വ രജോ ഗുണം തമോ, രജതമോ ഗുണം, സത്വരജതമോ ഗുണം എന്ന് പറയും. അപ്പോൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അടുത്ത നാമം സർവ അതീത, സർവത്തിലും അതീതയായിരിക്കുന്നവൾ, എല്ലാത്തിനെയും അതിക്രമിച്ചവൾ, എല്ലാത്തിനും അതീതയായിരിക്കുന്നവൾ. ഇനി അടുത്ത നാമമാണ് ശമ ആത്മിക. ശമം എന്ന് പറഞ്ഞാൽ ശാന്തി, മനസ്സിൻ്റെ അടക്കം. അപ്പം പ്രാപഞ്ചിക വിഷയങ്ങളിൽ ആസക്തി ഉണ്ടാകുന്നവരാണ് ഈ അശാന്തരെന്ന് പറയുന്നത്, ശാന്തി ഇല്ലാത്തവർ. അപ്പം ഇതൊന്നും ദേവിക്കില്ലാത്തത് കൊണ്ട് ദേവി ശമ ആത്മികയാണ്. അപ്പം ഈ ശ്ലോകം ധരാധരസുതാ ധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക. ഞാൻ അടുത്ത ശ്ലോകം വായിക്കാം. അടുത്ത ശ്ലോകത്തിൽ 7 നാമങ്ങളാണ്. ബന്ധൂക കുസുമ പ്രഖ്യ ബാല ലീലാവിനോദിനി സുമംഗലി സുഖകരി സുവേഷാഢ്യ സുവാസിനി. ബന്ധൂക കുസുമ പ്രഖ്യ ഒരു നാമം, ബാല രണ്ടാമത്തെ നാമം, ലീലാവിനോദിനി മൂന്നാമത്തെ നാമം, സുമംഗലി നാലാമത്തെ നാമം, സുഖകരി അഞ്ചാമത്തെ നാമം, സുവേഷാഢ്യ ആറാമത്തെ നാമം, സുവാസിനി ഏഴാമത്തെ 7 നാമങ്ങൾ. ആദ്യത്തെ നാമം എടുക്കാം. ബന്ധൂക കുസുമ പ്രഖ്യ. പ്രഖ്യ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ഖ്യാതി, പ്രകർഷേണ ഖ്യാതി പ്രഖ്യ. ബന്ധൂക കുസുമം, ബന്ധൂകം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി, ഉഷമലരി, അമ്പരത്തിപ്പൂവ് എന്നൊക്കെ പറയും അതിനെ. ഒരു ചുവന്ന കളറുള്ള ചുവന്ന പൂവാണ്. അപ്പോൾ അതിനെ ചെമ്പരത്തി ആകാൻ സാധ്യതയില്ല. ചെമ്പരത്തി ജപാകുസുമ സംഘാശം നമ്മൾ പഠിച്ചു. അത് ജപാകുസുമം ചെമ്പരത്തിയാന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അമ്പരത്തി അല്ലെങ്കിൽ ഉച്ചമലരി പോലെയുള്ള ഒരു പൂവാണ്, ചുവന്ന പൂവാണ്. അതിനെയാണ് ബന്ധൂക കുസുമം എന്ന് പറയുന്നത്.
കുസുമം എന്ന് പറഞ്ഞാൽ പുഷ്പം, പൂവ്. അപ്പം ബന്ധൂക പൂവ്, അതിൻ്റെ അർത്ഥം വാക്യാർത്ഥം എടുക്കുകയാണെങ്കിൽ ചുവന്നു തുടുത്ത എന്നർത്ഥം. നല്ല ചുവന്നു തുടുത്ത പ്രഭയോട് കൂടിയവൾ എന്ന് പറഞ്ഞാൽ ചുവന്നു തുടുത്ത ഒരു പൂവ്. ആ പൂവ് അതുപോലെ ആ പൂവിൻ്റെ നിറത്തോടു കൂടിയവൾ, അല്ലെങ്കിൽ ആ പൂവിൻ്റെ പ്രഭയോട് കൂടിയവൾ എന്നർത്ഥം. അതായത് ചുവന്ന നിറത്തോടു കൂടിയത്, പ്രകർഷേണ ഖ്യാതി. അപ്പം ബന്ധൂക കുസുമ പ്രഖ്യാദ്യത്തെ നാമം, ചുവന്നു തുടുത്ത പൂവ്, ആ ചുവന്ന നിറത്തോടു കൂടിയവൾ എന്ന്, കൂടിയവൾ എന്നുമല്ല പ്രഖ്യാന്നും പറയുന്നുണ്ട്. ചുവന്നു തുടുത്ത പൂ പോലെ, പുഷ്പം പോലെ ഉള്ള പ്രഭയോടുകൂടിയവൾ, പ്രകർഷേണ ഖ്യാതിയോടുകൂടിയവൾ എന്നർത്ഥം ബന്ധൂക കുസുമ പ്രഖ്യ. അടുത്ത നാമം ബാല. ബാല എന്ന് പറഞ്ഞാൽ ലളിതാദേവിയുടെ പുത്രീഭാവത്തിലുള്ള ദേവിയാണ്. പണ്ട് ഭണ്ഡാസുരവധത്തിൽ ഭണ്ഡാസുരൻ്റെ പുത്രനെ വധിക്കാനായിട്ട് ദേവി ബാലാരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു, അവതരിക്കുന്നുണ്ട്. ആ ദേവിയാണ് ബാലാദേവി. നമ്മുടെ കന്യാകുമാരി ദേവിയായിരിക്കുന്ന ദേവി ബാലാദേവിയാണ് പ്രതിഷ്ഠ അവിടെ. വെളുത്ത താമരയിൽ എന്തൊക്കെയാ, അഭയവരദ കൈകളോടുകൂടി, അഭയം, വരദം, പിന്നെ ഒരു കയ്യിൽ ഗ്രന്ഥങ്ങൾ, വേറൊരു കയ്യിൽ ജപമാല, ഇതൊക്കെ പിടിച്ചിരിക്കുന്ന ദേവി ബാലാദേവി. അതാണ് ബാല. അല്ലേ, 74ാമത്തെ നാമം ഉണ്ടായിരുന്നില്ലേ? ഭണ്ഡപുത്രവധോദ്യുക്ത ബാല. ഭണ്ഡാസുരൻ്റെ മകനെ വധിക്കാനായി വന്ന ബാലാദേവി. അതാണ് ഇവിടുത്തെ ഈ ദേവിയുടെ പേര്. അപ്പോൾ ഇത് ബാല എന്ന് പറഞ്ഞാൽ ലളിതാദേവിയുടെ പുത്രീഭാവത്തിലുള്ള രൂപം, പുത്രീ രൂപത്തിലുള്ള ദേവി ബാല. ഇനി അടുത്ത നാമം ലീലാവിനോദിനി. ലീലാവിനോദിനി, ലീലയായി വിനോദിക്കുന്നവൾ. എന്താ ലീല? ദേവിയുടെ സൃഷ്ടി, സ്ഥിതി, സംഹാരം തുടങ്ങിയ പ്രവർത്തികൾ അതൊക്കെ ലീലയായിട്ട് ചെയ്യുന്നു. ലീല എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട്, എളുപ്പത്തിൽ, പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരു ശ്രമവുമില്ലാതെ എന്ന് പറഞ്ഞാൽ അതിന് ഈസി ആയിട്ട് വേഗം എളുപ്പത്തിൽ ചെയ്യുന്നു ദേവിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കണ്ണടച്ച് തുറക്കുമ്പം സൃഷ്ടി, സ്ഥിതി, സംഹാരമൊക്കെ നടത്തിക്കഴിയും ദേവി ലീലയായിട്ട്. ലീലാവിനോദിനി. ഇനി ദേവി സൃഷ്ടി, സ്ഥിതി, സംഹാരം മാത്രമല്ല, ഈ ബ്രഹ്മാണ്ട മണ്ഡലങ്ങളെയൊക്കെ തിരിക്കുന്നതും ദേവി തന്നെയാണ്, നിർമ്മിക്കുന്നത്. മണ്ഡലങ്ങൾ അല്ലേ, ബ്രഹ്മാണ്ട മണ്ഡലങ്ങളെ നിർമ്മിക്കുന്നതും ദേവി തന്നെയാണ്. അതൊക്കെ ലീലയായിട്ട് ചെയ്യുന്നു, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈസിയായി ചെയ്യുന്നു. അതുകൊണ്ട് ദേവിക്ക് പേര് ലീലാവിനോദിനി. ഇനി അത് നമ്മളുടെ അർച്ചനയ്ക്കൊക്കെ എടുക്കുമ്പം നാമാവലിയിൽ വരുവാണെങ്കിൽ എങ്ങനെയാണ് അത് പറയുക? ലീലാവിനോദിനി എന്നാണോ? അല്ല, ലീലാവിനോദിന്യൈ നമഃ, ലീലാവിനോദിന്യൈ നമഃ എന്ന് പറഞ്ഞാണ് പൂവിടുന്നത് അർച്ചനയ്ക്ക്. അപ്പം നാമാവലിയിൽ ലീലാവിനോദിന്യൈ എന്ന്, ഓം ലീലാവിനോദിന്യൈ നമഃ എന്ന് അർച്ചനയിൽ വരും നാമാവലിയിൽ. ഇവിടെ ലീലാവിനോദിനി എന്ന പേര്. അടുത്ത നാമം വരുന്നു സുമംഗലി. സുമംഗല്യം എന്ന് പറഞ്ഞാലോ, എല്ലായ്പ്പോഴും മംഗല്യത്തോടു കൂടിയവൾ. സുമംഗലി, മംഗളത്തെ നൽകുന്നവൾ, അല്ലെങ്കിൽ നല്ല മംഗളത്തോടു കൂടിയവൾ, ശോഭനമായ മംഗളത്തോടു കൂടിയവൾ സുമംഗലി. ഇനി ഭർത്താവിനോട് കൂടിയവൾ എന്നും എടുക്കാം. ഒരു സ്ത്രീ വിവാഹത്തോടു കൂടി അവൾ സുമംഗലിയായിത്തീരുന്നു, മംഗല്യം ഉള്ളവളായിത്തീരുന്നു. അപ്പം ഭർത്താവുള്ളവൾ എന്ന അർത്ഥത്തിലും സുമംഗലി.
ഇനി എല്ലായ്പ്പോഴും മംഗളം മാത്രം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിലും സുമംഗലി എന്ന് ദേവിക്ക് പേര്. പ്രളയകാലത്തും ഭർത്താവിനോട് കൂടിയിരിക്കുന്നു അല്ലേ. അവിടെ പ്രളയം നടക്കുമ്പോൾ വെറും കാരണജലം മാത്രമേ അവിടെ ഉള്ളൂ. എന്നാലും ദേവിയും ദേവനും രണ്ടുപേരും കൂടെ അവിടെ നൃത്തം ചെയ്യുന്നുണ്ട് സംഹാര സമയത്ത്. അപ്പം ദേവി സുമംഗലിയായി ഇരിക്കുന്നതുകൊണ്ടാണ് മഹാദേവൻ അതെല്ലാം ബ്രഹ്മാവടക്കം എല്ലാം പോയിട്ടും അവിടെ മഹാദേവനും ദേവിയും മാത്രം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം സുമംഗലിയാണ് ദേവി. അടുത്ത നാമം സുഖകരി, സുഖത്തെ ചെയ്യുന്നവൾ എന്ന് പറഞ്ഞാലോ സുഖം കരോതി ഇതി സുഖകരി. ഭഗവാന്റെ പേര് തന്നെ ശങ്കരൻ എന്നാണ്. കരൻ ശങ്കരൻ. അപ്പോൾ ദേവി ശങ്കരി അല്ലേ. അപ്പോൾ കരോതി ഇതി ശങ്കരൻ, അതിൻ്റെ സ്ത്രീലിംഗം ശങ്കരി, എല്ലാവർക്കും സുഖത്തെ നൽകുന്നവൾ എന്നർത്ഥം. അപ്പോൾ കരോതി ഇതി ശങ്കരൻ എന്ന് പറഞ്ഞാൽ ശങ്കരൻ്റെ പത്നി ആയതുകൊണ്ട് ശങ്കരി എന്നും ഭഗവാന് ദേവിക്ക് പേര്. പിന്നെ ഈ അസുഖമൊക്കെ വരുവാണെങ്കിൽ ദേവി അതിനെ മാറ്റിത്തരും അല്ലേ നമ്മൾക്ക്. അസുഖം എന്നുള്ളത് സുഖത്തിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പം അസുഖകരി എന്ന് പറഞ്ഞാലോ മംഗളം ചെയ്യാത്തവൾ. ഇതിവിടെ സുഖം കരോതിയാണ്, സുഖത്തെ ചെയ്യുന്നവൾ, സുഖകരി, എല്ലാവർക്കും സുഖത്തെ കൊടുക്കുന്നവൾ ദേവി. ഭക്തന്മാർക്ക് എല്ലാവിധ സുഖങ്ങളും നൽകുന്നു. അതുകൊണ്ട് ദേവിക്ക് പേര് സുഖകരി. അടുത്ത നാമമാണ് സുവേഷാഢ്യ. സുവേഷാഢ്യ, നല്ല വേഷഭൂഷാദികളാൽ, നല്ല വസ്ത്രങ്ങളാലും ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ടവൾ. അതാണ് സുവേഷാഢ്യ. ആഢ്യ എന്ന് പറഞ്ഞാൽ അലങ്കരിക്കപ്പെട്ടവൾ. സുവേഷം എന്ന് പറഞ്ഞാൽ നല്ല വേഷഭൂഷാദികളാൽ മനസ്സിനെ രമിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാ നല്ല വേഷഭൂഷാദികളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ. പിന്നെ സുമംഗലി ആയതുകൊണ്ട് നല്ല പട്ട് സാരി അല്ലേ, എല്ലാ വേഷഭൂഷാദികളോടും കൂടിയവൾ എന്നും എടുക്കാം. അപ്പോൾ സുവേഷാഢ്യ, നല്ല വേഷഭൂഷാദികളാൽ അലങ്കരിക്കപ്പെട്ടവൾ. ഇനി സുവാസിനി. സുവാസിനി എന്ന് പറഞ്ഞാലോ എല്ലാ കാലത്തും ഭർതൃമതിയായിരിക്കുന്നവൾ. മഹാദേവൻ നിത്യനാണ്. പിന്നെ വേറൊരർത്ഥം വാസന എന്ന് പറഞ്ഞാൽ സുഗന്ധം. അപ്പം നല്ല വാസനയോട് കൂടിയവൾ എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധമുള്ളവൾ എന്നും പറയാം. അപ്പോൾ ഭർതൃമതികളായ സ്ത്രീകൾ എപ്പോഴും നല്ല വൃത്തിയും സുഗന്ധമുള്ളവരുമായി ഇരിക്കണം. അപ്പോൾ സ്ത്രീകൾ നല്ല പട്ട് സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി പൊട്ടൊക്കെ തൊട്ട് നല്ല സിന്ദൂര പൊട്ടൊക്കെ തൊട്ട് കണ്ണെഴുതി നല്ല സുന്ദരികളായി ഇരിക്കണം. അതിനാണ് സുവാസിനി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ദേവി. അപ്പോൾ സ്ത്രീകൾ എല്ലാ വീടുകളിലും പഴയ കാലത്തൊക്കെ പകലൊക്കെ വീട്ടിൽ പണിയെല്ലാം ചെയ്യും. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരാറാകുമ്പോഴത്തേക്കും നല്ല വസ്ത്രമൊക്കെ ധരിച്ച് കണ്ണെഴുതി പൊട്ടും തൊട്ട് നല്ല സുന്ദരിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അതിനാണ് പറയുന്നത് സുവാസിനി. നല്ല വാസനയോടുകൂടിയ നല്ല ഗന്ധം. അപ്പം ഇപ്പോഴാണെങ്കിൽ കുറച്ച് എന്തൊക്കെയോ വാരി പൂശും അല്ലേ. പണ്ട് അങ്ങനെയല്ല. പണ്ട് ചന്ദനം, മഞ്ഞൾ, കോരക്ക് എന്നൊക്കെ പറയുന്ന സാധനങ്ങളായിരുന്നു ഈ സുഗന്ധദ്രവ്യങ്ങൾ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുപ്പിയിൽ കിട്ടുന്ന ആ സെൻ്റ് അങ്ങോട്ട് അടിക്കുക. ഇവിടെ സുവാസിനി എന്ന് പറഞ്ഞാൽ നല്ല മണമുള്ളവളെന്നും നല്ല ഗന്ധമുള്ളവളെന്നും പിന്നെ എല്ലാ കാലത്തും ഭർതൃമതിയായിരിക്കുന്നവളെന്നും. മഹാദേവൻ നിത്യനാണ്, അതുകൊണ്ട് ദേവിയും നിത്യയാണ്. സുവാസിനി. ഇനി ഈ ശ്ലോകത്തിൽ ബന്ധൂക കുസുമപ്രഖ്യ എന്ന് പറഞ്ഞാൽ ചുവന്നു തുടുത്ത നല്ല പുഷ്പം പോലെ, ചുവന്ന പുഷ്പം പോലെ പ്രഭയോടുകൂടിയവൾ. ബാല, ലളിതാദേവിയുടെ പുത്രീഭാവത്തിലുള്ള ബാല എന്ന അവതാരം. ലീലാവിനോദിനി, സൃഷ്ടിസ്ഥിതി സംഹാരമൊക്കെ ലീലയായി ചെയ്യുന്നവൾ. സുമംഗലി, നല്ല മംഗല്യത്തോടു കൂടിയവൾ.
ലോകത്തിന് മംഗളത്തെ നൽകുന്നവൾ. സുഖകരി, സുഖം കരോതി ഇതി സുഖകരി, എല്ലാവർക്കും സുഖത്തെ നൽകുന്നവൾ. സുവേഷാഢ്യ, നല്ല വേഷഭൂഷാദികളാൽ അലങ്കരിക്കപ്പെട്ടവൾ. സുവാസിനി, എല്ലാ കാലത്തും ഭർത്തൃമതിയായിരിക്കുന്നവൾ. അപ്പോൾ ഈ ശ്ലോകം ബന്ധൂകകുസുമപ്രഖ്യ ബാലാലീലാ വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഢ്യ സുവാസിനി. ഇതാണ് ഇന്ന്. ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത 2 ശ്ലോകം എടുക്കാം. കുറേ കൂടുതലുള്ളതുകൊണ്ട് മുഴുവനും ഒന്നിച്ചെടുക്കാൻ പറ്റില്ല, 5 ശ്ലോകം. അപ്പോൾ ഈ 2 ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ധരാധരസുതാ ധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക ബന്ധൂകകുസുമപ്രഖ്യ ബാലാലീലാ വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഢ്യ സുവാസിനി. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അമ്മേ നാരായണ.